ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത പാടത്ത് പണിയെടുക്കുന്ന, പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ വയലെന്നാ പറയാം, വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ ഒരു ഇല അടിയിൽ വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്. അത്തരം ചിന്താഗതിയില്ല, പഠിക്കണം താല്പര്യമില്ല, അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രീതി അങ്ങനെയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും കൃഷിയോടും ഇതിനോടൊക്കെ താല്പര്യം തോന്നാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരുന്നു ഇക്കയുടെ ജനനമൊക്കെ. അല്ലല്ല, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമായിരുന്നു. ഫാദറിന് ആലുവയിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അതിന് വലിയൊരു ബിസിനസ് ഒന്നുമല്ല, അതിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ 5 മക്കളെയും വളർത്താൻ പാടുപെടുന്ന ഉമ്മ. അവരെ കണ്ട് ഒരു പശുവിനെ വളർത്തിയിട്ടാണ്, പശുവിനെയും കൂടെ വളർത്തുന്നുണ്ട് ഉമ്മ. കാരണം വാപ്പ കൊടുക്കുന്ന പൈസക്കാണ് എക്സ്ട്രാ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഇതാണ്. അതിൽ 1 ഗ്ലാസ് പാല് വീട്ടിലേക്ക് മാറ്റി വെച്ച് ബാക്കി പാല് വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനി പൈസ തികഞ്ഞില്ലെങ്കിൽ ആ ഗ്ലാസും കൂടെ വിൽക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മയുടെ 5 മക്കളിൽ ഞാൻ മൂന്നാമത്തെ. എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനുജനുണ്ട്, അനിയത്തിയുണ്ട്. നമ്മുടെ നടുവിലാണ്. ഓക്കെ. അപ്പൊ നടുവിൽ നിന്നവൻ ഇങ്ങനെ കേമനാവുമെന്ന് ഉമ്മയൊന്നും ഇത്രയ്ക്കും കേമനാവുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ അത്രമാത്രം ക്യാമറൊന്നും ആയിട്ടില്ല. വളരെ സന്തോഷം. ഇല്ല, ഞാൻ ശരിക്കും ആ 5 മക്കളിൽ ഒരു വിവരം കുറഞ്ഞവനാണ്, പഠിക്കാത്തവൻ, അറിവില്ലാത്തവൻ. അങ്ങനെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളതും. അത് അവിടെയും സമൂഹത്തിലൊക്കെ വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. 10 വരെ അങ്ങോട്ട് പോകട്ടെ, 10 വരെ പോകുന്നത് തന്നെ പറയാം, ഈ ചാക്കിരി പാസ് കൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് ഒക്കെ പോയിക്കോട്ടെ. ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കും. ജ്യേഷ്ഠൻ അന്ന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ. അപ്പൊ എനിക്ക് 100 വയസ്സ് കിട്ടിയിട്ടില്ല, 210 പാസ് മാർക്ക്, 100 കിട്ടിയിട്ടില്ല. പുള്ളി 520 ഡിസ്റ്റിങ്ഷൻ. അങ്ങനെയൊക്കെ മാർക്കുമായിട്ടൊക്കെ പാസ്സായ ആളാണ്. അപ്പൊ അദ്ദേഹം പഠിക്കട്ടെ, ഞാൻ ജോലിക്ക് പോവാം. അങ്ങനെയാണ് ആലുവയിൽ നിന്ന് പാപ്പാക്ക് കച്ചവടമുണ്ട്. ആ ചെറിയ കച്ചവടത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഒരു 15 വയസ്സ്. ഓക്കെ, 15 വയസ്സ്. അതായത് 10ാം ക്ലാസ് തോറ്റോ ഇല്ലയോ നോക്കിയൊന്നും ഇല്ലേ? 10ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് 4 മണി ട്രെയിനിൽ അങ്ങോട്ട് പോകും. 3.5 മണിക്ക് നേരത്തെ എഴുതാൻ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, കടമ നിർവഹിക്കാൻ വേണ്ടി പോകുന്നതാണ്. 4 മണി കഴിഞ്ഞ പരീക്ഷ. ഞാൻ 3:30 തന്നെ കഴിഞ്ഞ് വേറെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പം മനസ്സിൽ ഉള്ളില് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൊത്തം വെണ്ടയ്ക്കയും പടവലങ്ങയും വെള്ളരിക്കയുമാണ് മനസ്സിൽ. അപ്പൊ അന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുമ്പോൾ മുമ്പിൽ കണ്ടിരുന്നത് എന്തായിരുന്നു? എൻ്റെ തിരിച്ചുള്ള വരവിൽ ഞാൻ നാളെ എറണാകുളം, കൊച്ചി, ആലുവയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ട് വരാം. അന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ അന്ന് അവിടുന്ന് വണ്ടി കയറിയത്? വാപ്പാടെ സഹായിക്കാനാണ് വരുന്നത്. അത്ര വലിയ വിവരവും കാര്യമില്ല, പൈസ ഉണ്ടാക്കണം. പിന്നെ അന്ന് ഷൂട്ട് ഒരു കലയോട് സ്നേഹം, അഭിനയിക്കാൻ. അഭിനയം അറിയുകയും ചെയ്യില്ലെങ്കിലും അഭിനയിക്കണം. എന്തായാലും ഒരു ബുദ്ധി എനിക്കുണ്ട്. കാരണം 10ാം ക്ലാസ് നിർത്തിയിട്ട് വരുന്ന എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ ആയിട്ട് അറിയപ്പെടാൻ പറ്റില്ല. ഒന്ന് അഭിനയിച്ചിട്ടെങ്കിലും 4 ആള് മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ളവർ എനിക്കുണ്ട്. അതിനിപ്പോ ഏക വഴി അഭിനയം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നൊക്കെ ഷൂട്ട് നടക്കുക അധികം ആലുവ ആ ഭാഗത്താണ് ഷൂട്ട് നടക്കുക. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട എന്റെ മനസ്സിലുള്ളിലുണ്ട്. വണ്ടി കയറിയപ്പോ അച്ഛനെ സഹായിക്കാനെന്നുള്ളത് അവിടെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ സിനിമാമോഹമാണ്. അന്ന് ഈ ഓഡീഷൻ ഒന്നും ഇല്ലല്ലോ, സെറ്റിൽ പോവും, ചാൻസ് ചോദിക്കും, അവര് പറഞ്ഞു വിടും, തിരിച്ചു പോരും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പിന്നെ ആ ചിന്തയൊക്കെ അങ്ങോട്ട് പോയി, പ്രാരാബ്ധമായി. ജീവിക്കാൻ ബുദ്ധിമുട്ട്, വളരെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഈ ഏതെങ്കിലും ഒരു മുറിയിലൊക്കെ ചോദിച്ച് താമസിക്കും. ആ കൂടി 19 പേര് താമസിക്കുന്ന മുറികളിൽ 2 ബാത്റൂമേ ഉണ്ടാവും. അന്നേരേക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കാലത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു ക്യൂ ഒരു 10-15 കിട്ടണം, ചിലപ്പോൾ അതിനേക്കാളും പുറകിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ സിനിമാ മോഹമൊക്കെ വിട്ടു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയാണ്, അന്നേരം നമ്മളൊന്നും ചിന്തിക്കണ്ടല്ലോ. നമുക്ക് നേരത്തിന് വീട്ടിൽ പോകുമ്പോൾ കുറച്ചാണെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ചിന്തകളൊക്കെ, ഇവിടുന്ന ചിന്തകളൊക്കെ പോയി. ജീവിതം കഷ്ടപ്പാടും ദുരിതമായി, വേണ്ടായിരുന്നു, പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നി ഒരുപാട് സമയങ്ങളുണ്ട്, തോന്നിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ 10ാം ക്ലാസ് എത്തിയിട്ട് ഇവിടുന്ന് കടക്കണം എന്നുള്ള ഇതാണ്. പിന്നെ ഇവിടെ എത്തിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തപ്പോൾ പഠിക്കായിരുന്നു. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ പഠിക്കുന്ന കാണുമ്പോഴും അങ്ങനെ ഒരുപാട് മോഹങ്ങളും ഈ പ്രണയവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരം കാലത്ത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 15 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ 35-40 വയസ്സുള്ളവരാണ്.
ഈ ഹോട്ടൽ ജോലിക്കാർ, അങ്ങനെ പലയിടത്തും ജോലി ചെയ്യുന്ന ആൾ. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഓക്കെ. അത്തരം ആളുകൾ, പ്രായത്തിലുള്ള ആ പ്രായത്തിലുള്ള. ഇന്ന് താൻ തിരിച്ചാണ്. ഇന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ 24-25 വയസ്സുള്ളവരാണ്. അതാണ് ഇന്ന് യങ് ആയിട്ടിരിക്കുന്നത്. ഞാൻ തീരുമാനിച്ചു എൻ്റെ സുഹൃത്തുക്കളൊക്കെ യങ്സ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ എല്ലാം. എൻ്റെ ജിമ്മിലായാലും എവിടെയായാലും ചെറുപ്പക്കാർ. കല്യാണം ഇപ്പം ഞാൻ അധികം കല്യാണങ്ങൾക്ക് പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. ആ വൈബിലേക്ക് ഞാൻ പോയി. പക്ഷേ പണ്ട് നേടിയെടുക്കാൻ പറ്റാത്തൊക്കെ ഇപ്പൊ നേടിയെടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചും കൊതിച്ചും വെച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോ ഇക്ക ലൈഫിലൂടെ നേടാനായിട്ട് നോക്കുന്നത്. ഉണ്ട്. അന്ന് ഒരിക്കലും നടക്കില്ല എന്നും സ്വപ്നം പോലെ കണ്ടിരുന്നത്. നമ്മൾ പല സ്വപ്നം കാണുമല്ലോ. നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണും, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണും. സ്വപ്നത്തിൽ മാത്രം സംഭവിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഈ പ്രായത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ? എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സിനിമയിലേക്ക് കയറാൻ പറ്റിയ ആൾ അറിയപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു നല്ലൊരു ബിസിനസ് കയറാൻ പറ്റി. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് വലിയ ബിസിനസ്സുകാരെ യൂസഫ് അലി അങ്ങനത്തെ ആളുകളൊന്നും അറിയില്ല. എൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത്, ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളാണ്. ഏതാണ്ട് 15 വയസ്സിൽ ആലുവയിലേക്ക് വന്നപ്പം ഹോട്ടൽ സാധാരണ ഏറ്റവും ലോക്കൽ ഹോട്ടലുകൾ. പക്ഷേ ഏതാണ്ട് എൻ്റെ വൈഫിനെ കൊണ്ടുവന്നത് ഏതാണ്ട് 45-ാമത്തെ വയസ്സിലാണ്. ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയിട്ട് വൈഫൊക്കെ വിടുന്നത്. ആ 30 വർഷവും 3 നേരവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ സമ്പത്തൊന്നും വന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ മൂലയിൽ പോയിരിക്കും, സപ്ലയർ പതുക്കെ വിളിക്കും, 2 പൊറോട്ട ഇച്ചിരി ചാറും തരുമെന്ന് ചോദിക്കും. അപ്പം സപ്ലയർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്. കാരണം സ്ഥിരമായിട്ട് ചാറേ വാങ്ങിക്കും, ഒരു ദിവസം പോലും കറി വാങ്ങിക്കില്ല. അപ്പൊ അന്നത്തെ എൻ്റെ ആഗ്രഹം, അന്നത്തെ ഇവിടുത്തെ യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നിട്ട് 2 പൊറോട്ടയും ചിക്കൻ കറിയും, 2 പൊറോട്ടയും റോസ്, അങ്ങനെ ഓർഡർ ചെയ്യുന്ന അന്തസ്സായിട്ട്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ മറ്റേ വെയിറ്റേഴ്സ് സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ വിളിച്ചാലും വരില്ല, കാരണം അവർക്കറിയാം ഈ 2 പൊറോട്ട ഇത്തിരി ചാറും ചോദിക്കുന്ന ടീമാണെന്നുള്ള കാര്യം. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലൊരാൾ ജീവിതത്തിലാവണം. അതായത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു സപ്ലൈയിലോട്ട് എന്താ സാർ വേണ്ടതെന്ന് ചോദിക്കുക, എന്നിട്ട് ഞാൻ 2 പൊറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ഒരു ബിരിയാണി എന്നൊക്കെ പറയുക. അങ്ങനെ ജീവിതത്തിൽ ഒരാളാവണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ ആളിന്ന് 10-12 ഹോട്ടലും 19 ബേക്കറി നടത്തുന്നുണ്ട്. ഇന്നിപ്പോ 63 ബേക്കറിയും റെസ്റ്റോറന്റും ഉൾപ്പെടെ അത്രയും ഇന്നിപ്പോ സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയൊരു വലിയ വർഷം പറയാൻ പറ്റില്ല, 35 വർഷത്തെ ജേണിയാണ്. അതെ, 35 വർഷങ്ങളിൽ ഇതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പയ്യൻ നേടിയെടുത്തതാണ് ഇതെല്ലാം. അപ്പോ തന്റെ മുമ്പിൽ കണ്ടിരുന്ന ഒരു യൂസഫ് അലിനെ ഇങ്ങനെയുള്ള ഒരാളെയാണ് അത് കണ്ടത്, അല്ലേ? അങ്ങനെ യൂസഫ് അലിയെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അന്ന് ചിലപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്തൻഡാറ്റ മറ്റേ ബിർളയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അറിയാനുള്ള കഴിവില്ല. എന്റെ മുന്നിലിരിക്കുന്ന, എനിക്ക് അത്രയും വിവരമേ ഉള്ളൂ. എന്റെ മുന്നിലിരിക്കുന്ന പണക്കാരെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്നിട്ട് സാറേ വിളിക്കുന്നു, ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, വാങ്ങിച്ച് കഴിക്കുന്നു, അവനാണ് ഏറ്റവും വലിയവൻ.